Hello all, welcome to the fifth part of cost accounting class. In this class we are discussing overhead. ഈ അഞ്ചാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓവർഹെഡിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് ഓവർഹെഡ്? എനി കോസ്റ്റ് വിച്ച് കനോട്ട് ബി ഡയറക്ട്ലി ചാർജ് ടു എ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് ഇസ് നോൺ ആസ് ഓവർഹെഡ്. അതായത് ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ നേരിട്ട് ചാർജ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അതായത് ഇത് ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. ഒരു പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്ററിലേക്ക് ഇതിനെ നേരിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പിലേക്കാണ് ഇത് പറയുക. അപ്പോൾ ഒരൊറ്റ പ്രൊഡക്റ്റിലേക്കോ ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കോ നേരിട്ട് ചാർജ് ചെയ്യാൻ പറ്റാത്ത, നേരിട്ട് കണക്കാക്കാൻ പറ്റാത്ത, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് ഓവർഹെഡ് എന്ന് പറയുക. അതായത് ഇത് ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. ആൻഡ് ഓവർഹെഡ് ഈസ് എ ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതായത് ഓവർഹെഡ് ഇൻഡയറക്റ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെയും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റിൻ്റെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും ടോട്ടലാണ്. അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് നേച്ചറിലുള്ളതാണ് ഓവർഹെഡ്. ആൻഡ് ഇറ്റ്സ് എ ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിൻ്റെയും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റിൻ്റെയും ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും ടോട്ടലിനെയാണ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഓവർഹെഡ് ഈസ് ഇൻഡയറക്റ്റ് ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൺ കോസ്റ്റ്. ഓൺ കോസ്റ്റ് എന്ന ഓവർഹെഡിനെ പറയാറുണ്ട്. അതുപോലെ ഇത് സപ്ലിമെൻ്ററി കോസ്റ്റ് എന്നും നോൺ പ്രൊഡക്റ്റീവ് കോസ്റ്റ് എന്നും ബേർഡൺ എന്നും ഓവർഹെഡിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടോട്ടലി ഇൻഡയറക്റ്റ് കോസ്റ്റാണിത്. അതായത് ഒരു കോസ്റ്റ് സെൻറ്ററിലേക്കോ ഒരു കോസ്റ്റ് യൂണിറ്റിലേക്കോ ഒരു പ്രൊഡക്റ്റിലേക്കോ നേരിട്ട് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കോസ്റ്റാണ് ഓവർഹെഡ്. ആൻഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമല്ല, ഇറ്റ്സ് എ ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതാണ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ഓവർഹെഡ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്? നമുക്ക് എല്ലാവർക്കും മാറിപ്പോകുന്ന ഒരു ടേമാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസും അല്ലെങ്കിൽ ഓവർഹെഡും. അത് തമ്മിൽ ഒന്നാണെന്ന് തോന്നാം. പക്ഷേ അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഓവർഹെഡ് ഇസ് മച്ച് വൈഡർ ദാൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിനേക്കാളും കുറച്ചും കൂടെ വൈഡറാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വൈഡ് കോൺസെപ്റ്റ് ആണെന്ന് പറയാൻ കാരണം? അതായത് അപ്പാർട്ട് ഫ്രം ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഓവർഹെഡ്. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ കൂടാതെ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും അടങ്ങിയിട്ടുള്ളതാണ് ഓവർഹെഡ്. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പക്ഷേ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻക്ലൂഡഡ് ആണ്. അതിനെ കൂടാതെ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഓവർഹെഡിൻ്റെ പാർട്ടാണ്. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഓവർഹെഡ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമല്ല ഓവർഹെഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഇൻഡയറക്റ്റ് ലേബറും ഓവർഹെഡിൻ്റെ പാർട്ടാണ്. ദസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഓൺലി എ പാർട്ട് ഓഫ് ഓവർഹെഡ്. അങ്ങനെ ഓവർഹെഡിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓവർഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ഓവർഹെഡിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതേസമയം ഓവർഹെഡ് ഇൻക്ലൂഡ്സ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതാണ് ഓവർഹെഡും ഇൻഡയറക്റ്റ് എക്സ്പെൻസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഡിഫറൻസ് ആണ് ഓവർഹെഡ് ഈസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റാണ്. അതായത് പ്രെഡിക്റ്റഡ് കോസ്റ്റാണ്, ഫോർകാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കോസ്റ്റാണ്. എന്തിനെ കുറിച്ചിട്ടാണ് അവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റും ഇൻഡയറക്റ്റ് എക്സ്പെൻസും എത്രയായിരിക്കും എന്നുള്ളൊരു എസ്റ്റിമേറ്റഡ് കോസ്റ്റാണ് ഓവർഹെഡ്. ബട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ആക്ച്വൽ എക്സ്പെൻസസ്. അതേസമയം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഒക്കർ ചെയ്ത എക്സ്പെൻസ് ആണ്. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓവർഹെഡ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്. ഓവർഹെഡിൻ്റെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
Overhead can be classified on different bases. First is classification according to function, and classification according to elements, classification according to behavior, classification according to controllability. അങ്ങനെ ഈ പല ബേസിസിൽ ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ അനുസരിച്ചുകൊണ്ട് ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്യാം. ഫങ്ഷൻ അനുസരിച്ച് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഇവിടെ, അത് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഓവർഹെഡിനെ ഫങ്ഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത് ഫസ്റ്റ് കാറ്റഗറി ഫാക്ടറി ഓവർഹെഡ്, ആൻഡ് നെക്സ്റ്റ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടറിയിൽ വരുന്ന ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ്. ആൻഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റുകളാണ്. സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റാണ് സെല്ലിംഗ് ഓവർഹെഡ്, ആൻഡ് ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡയറക്റ്റ് കോസ്റ്റാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസസ് ആണ് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസസ് ആണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓവർഹെഡ്സ്. ദീസ് ആർ ഓവർഹെഡ് classification of overhead according to function. Next, classification of overhead according to elements. Elements അനുസരിച്ചുകൊണ്ട് ഓവർഹെഡിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതാണ് എലമെൻറ്റ്സ് അനുസരിച്ചുകൊണ്ട് ഓവർഹെഡിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇതും കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, എക്സാമ്പിൾ സഹിതം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ. കോസ്റ്റും നമ്മൾ ബിഹേവിയർ അനുസരിച്ചിട്ട് ഈ രീതിയിൽ തന്നെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഓവർഹെഡ് ഓൺ ദി ബേസിസ് ഓഫ് ബിഹേവിയർ? ഫസ്റ്റ് ഫിക്സഡ് ഓവർഹെഡ് ആണ്. എന്താ ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ദോസ് ഓവർഹെഡ് വിച്ച് ഡു നോട്ട് വേരി ഡയറക്ട്ലി വിത്ത് വോളിയം ഓഫ് ഔട്ട്പുട്ട്. അതായത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്താലും ചേഞ്ച് ചെയ്യാത്ത ഓവർഹെഡിനെയാണ് ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയുക. അത് വോളിയം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് ഡയറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യാത്ത, വേരി ചെയ്യാത്ത ഓവർഹെഡിനെയാണ് ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്താലും എന്ത് ചേഞ്ച് ചെയ്യില്ല? ഫിക്സ്ഡ് ഓവർഹെഡ് ചേഞ്ച് ചെയ്യില്ല. അതായത് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഓവർഹെഡിനെയാണ് ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഡിപ്രിസിയേഷൻ, റെൻറ്റ്, ഇൻഷുറൻസ് എറ്റ്സെട്ര. അതായത് നമ്മൾ കൊടുക്കുന്ന റെൻറ്റ് ചാർജസ്, ഇൻഷുറൻസ്, അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ, ഇതൊക്കെ വോളിയം ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് ചേഞ്ച് ചെയ്താൽ, ഇൻക്രീസ് ഡിക്രീസ് ചെയ്താലും ഈ ഓവർഹെഡൊന്നും ചേഞ്ച് ചെയ്യില്ല. ഇത് ഫിക്സ്ഡ് ആയിരിക്കും. അതാണ് ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേരിയബിൾ ഓവർഹെഡ് ആണ്. വേരിയബിൾ ഓവർഹെഡ് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിച്ച് വേരി ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ഓർ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി. അതായത് ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്താലും ചേഞ്ച് ചെയ്യുന്ന ഓവർഹെഡിനെയാണ് വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്താലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്താൽ വേരി ചെയ്യുന്ന ഓവർഹെഡിനെയാണ് വേരിയബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, പവർ ആൻഡ് ഫ്യൂവൽ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജ്, ഓവർ ടൈം കോസ്റ്റ്, കൺസ്യൂമബിൾ, സ്റ്റോർസ് എറ്റ്സെട്ര. ഇതെല്ലാം പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്ന ഓവർഹെഡാണ്. നെക്സ്റ്റ് സെമി വേരിയബിൾ ഓവർഹെഡാണ്. സെമി വേരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോസ് വിച്ച് ആർ നെയ്തർ ഫുള്ളി ഫിക്സ്ഡ് നോർ ഫുള്ളി വേരിയബിൾ. അതായത് സെമി വേരിയബിൾ ഓവർഹെഡ് അത് ഫുള്ളി ഫിക്സ്ഡും അല്ല, അതേസമയം ഫുള്ളി വേരിയബിളും അല്ല. അതേസമയം എന്താണ്, സെമി വേരിയബിൾ ആയിരിക്കും, അതുപോലെ തന്നെ സെമി ഫിക്സ്ഡ് ആയിരിക്കും. അതായത് പാർട്ട്ലി ഫിക്സ്ഡ് ആയിരിക്കും, പാർട്ട്ലി വേരിയബിൾ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ഓവർഹെഡാണ് അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് ഓവർഹെഡാണ് സെമി വേരിയബിൾ ഓവർഹെഡ്. എക്സാമ്പിൾ മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ടെലഫോൺ ചാർജസ്, സൂപ്പർവൈസർ സാലറി എറ്റ്സെട്ര. ഇതൊക്കെ സെമി വേരിയബിൾ ഓവർഹെഡിന് അല്ലെങ്കിൽ സെമി ഫിക്സ്ഡ് ഓവർഹെഡ് എന്നും ഇതിനെ പറയാം. ഇതിനെല്ലാം എക്സാമ്പിളാണ്. ഇത് മുഴുവനായിട്ടും ഫിക്സ്ഡ് അല്ല, മുഴുവനായിട്ടും വേരിയബിൾ അല്ല, അതേസമയം പാർട്ട്ലി ഫിക്സ്ഡ് ആണ്, പാർട്ട്ലി വേരിയബിൾ ആണ്. ഇതാണ് classification or categorization of variable on the base of behavior. Overhead on the base of categorization of overhead on the base of behavior. Next, classification according to controllability. Controllability factor അനുസരിച്ചുകൊണ്ട് ഓവർഹെഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം.
ഒന്ന് കൺട്രോളബിൾ ഓവർഹെഡ്, രണ്ടാമത്തത് അൺകൺട്രോളബിൾ ഓവർഹെഡ്. വാട്ട് ഈസ് കൺട്രോളബിൾ ഓവർഹെഡ്? These are those which can be controlled effectively if proper management control is exercised. വേരിയബിൾ ഓവർഹെഡ്സ് ആർ കൺട്രോളബിൾ ഓവർഹെഡ്സ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് സൂപ്പർവിഷൻ മുഴുവനായിട്ടും എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓവർഹെഡിനെയാണ് കൺട്രോളബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. വേരിയബിൾ ഓവർഹെഡ് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓവർഹെഡാണ്. അതായത് ചില ഓവർഹെഡ് മാനേജ്മെൻറ്റ് കൺട്രോള് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റ് സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ഓവർഹെഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചില ഓവർഹെഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഓവർഹെഡിനെയാണ് കൺട്രോളബിൾ ഓവർഹെഡ് എന്ന് പറയുന്നത്. വേരിയബിൾ ഓവർഹെഡ് ഓൾമോസ്റ്റ് ഇങ്ങനെ കൺട്രോളബിൾ ആണ്. നെക്സ്റ്റ് അൺകൺട്രോളബിൾ ഓവർഹെഡ് ആണ് വിച്ച് ആർ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് കൺട്രോളിനും അപ്പുറത്താണ് ഈ അൺകൺട്രോളബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ കൺട്രോൾ മാക്സിമം നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഓവർഹെഡ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓവർഹെഡാണ് ഫിക്സ്ഡ് ഓവർഹെഡ്. ഫിക്സ്ഡ് ഓവർഹെഡ് ആർ അൺകൺട്രോളബിൾ. ഫിക്സ്ഡ് ഓവർഹെഡിനെ നമ്മൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു പരിധി വരെ ഫിക്സ്ഡ് ഓവർഹെഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കൺട്രോളബിലിറ്റി ഫാക്ടർ അനുസരിച്ചിട്ട് ഓവർഹെഡിൻ്റെ കാറ്റഗറൈസേഷൻ. കൺട്രോളബിൾ ഓവർഹെഡ് ആൻഡ് അൺകൺട്രോളബിൾ ഓവർഹെഡ്. ഇതാണ് ഓവർഹെഡിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.